എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. മത്തായി ദൈവം, തോമാ ദൈവം, എവിടാന്നൊന്നും ചോദിക്കരുത്. ബാബു ദൈവം, തെളിച്ചൊന്നും പറയരുത്, തല്ലുകൊള്ളും. സ്വഭാവത്താൽ ഇവരാരും ദൈവമല്ല. ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യമുണ്ട്. അവിടുന്ന് സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാ, സർവത്തെ സൃഷ്ടിച്ചവനാ, സർവത്തെ നിയന്ത്രിക്കുന്നവനാ, സർവത്തിന്റെ മേലെ അധികാരമുള്ളവനാ. അതാ ദൈവം. ദൈവമായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കിപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. അതിലെ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തെ അറിയുവാൻ ഭാഗ്യമുണ്ടായി മാത്രമാണോ ദൈവം നിന്നെ അറിയുന്നെന്ന്. മക്കളാരും നിന്നെ അറിയത്തില്ലെങ്കിൽ നിന്നെ അറിയുന്ന ദൈവമുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും നിന്നെ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഭർത്താവ് വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഭാര്യ വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെയുള്ളവരോട് പൗലോസ് പറയാം, പിന്നെ ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവരിക. നിങ്ങൾ ബലഹീനവും ദരിദ്രമായ ആദിപാഠങ്ങളിലേക്ക് നിങ്ങൾ ഇനിയും പോകരുത്. എന്നിട്ട് പറയാം, നിങ്ങളിപ്പം ദിവസവും മാസവും കാലവും ആണ്ടും ഒക്കെ നിങ്ങൾ അത് പാടില്ല. ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കണ്ട. അന്നേ ദിവസം വേണേ കുഞ്ഞിൻ്റെ തലയിലോ ഒക്കെ കൈവച്ചെന്ന് വേണേ ഒരു പ്രാർത്ഥന അങ്ങ് നടത്താം. അല്ലാതെ കേക്ക് മുറിച്ച് ബലൂണും വേർപ്പിച്ച് മെഴുകുതിരി ഊതി കത്തിച്ച് എല്ലാം കൂടെ മേശയ്ക്ക് ചുറ്റുന്ന കൈയൊക്കെ അടിച്ച് മതി മതി. എന്തിനാ ഇനി അധികം? കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, പറഞ്ഞു കൊടുക്കണം. വേദപുസ്തകത്തിൽ 2 പേര് ബർത്ത്ഡേ ആഘോഷിച്ച് 2 തല പോയി. ഹെരോദാവിന്റെ ബർത്ത്ഡേ ആണെന്നാ യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടി. അന്ന് ബർത്ത്ഡേക്ക് ഒരു ഫംഗ്ഷനൊക്കെ നടത്തി. അവള് ദിന്തലികട വെച്ച് വന്നു. അവള് നല്ല ചൂട് വെച്ച് വന്നപ്പോൾ പുള്ളി അടിച്ച് കിറങ്ങിയിരിക്കുന്നു. ബർത്ത്ഡേക്കാണല്ലോ, കാരണം എല്ലാവർക്കും അങ്ങ് അജീർണതയാണ്. പ്ലെയിനിൽ കയറുമ്പോഴും അജീർണതയുള്ളവരുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഞാൻ ഒരാളെ കണ്ടു. സ്തോത്രം. പുള്ളി അടിച്ച് കിറങ്ങിയിരുന്നപ്പോളേ ഇവള് ചുവട് വെച്ച് വന്നപ്പം പറഞ്ഞ് എന്ത് ചോദിച്ചാലും തരാന്ന് പറഞ്ഞു. അവള് വന്ന് വെയിറ്റ് ചെയ്യും, മമ്മിയോട് ചോദിച്ചു വരണം. മമ്മി പറഞ്ഞാൽ തലയെടുക്കാൻ പറയാൻ പറഞ്ഞു. അത് ബർത്ത്ഡേ അന്നാ പോയത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഫറവോന്റെ ജന്മദിനം അങ്ങനെ എഴുതിയേക്കുന്നത്. അന്ന് അപ്പക്കാര പ്രമാണിയുടെ പിന്നെ ദാനിയേൽ 5 പഠിച്ചാൽ ചരിത്രം പഠിക്കുന്നവർ പറഞ്ഞത് എല്ലാത്തിനും കൂടെ ദിവസവും കൂടെ ചേർന്ന മഹത്തുക്കളിൽ 1000 പേർക്ക് പിന്നെ അതും ബർത്ത്ഡേ പാർട്ടിയാണ്. ദൈവാലയം പൊൻവള്ളി പാത്രം എല്ലാം കൂടി ഇവന്റെ അപ്പം കൊണ്ടുവന്നതെല്ലാം കൂടെ ശിനാരദേശത്ത് ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച് ഇവനെ അടിച്ച് കിറങ്ങിയപ്പം പറഞ്ഞ അതെല്ലാം കൂടെ എടുക്കാൻ ദൈവാലയം വിശുദ്ധ പാത്രം അതെല്ലാം കൂടെ എടുപ്പിച്ച് അതിനകത്ത് മദ്യം ഒഴിച്ച് മധുരാക്ഷിയും മദ്യവുമായിട്ട് ആഘോഷിച്ച് ഇവനിങ്ങനെ നല്ല പരിവർത്തനം അങ്ങോട്ട് വന്നപ്പോൾ തമ്പുരാൻ ഭിത്തിയിൽ ഒരു എഴുത്തൊക്കെ അങ്ങോട്ട് എഴുതി. അന്ന് രാത്രി ഇവ തട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ പെന്തിക്കോസ്തുകാരോട് പറയാം, നീ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിൽക്കരുത്. എല്ലാരും എടുക്കപ്പെട്ടതാണോ? അനക്കമൊന്നുമില്ല. സ്തോത്രം. അനേകരെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുമ്പോൾ ദൈവം നിനക്ക് തലമുറയെ തന്നു. 1 വയസ്സ് ദൈവം കൊടുത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ആ കുഞ്ഞിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഒക്കെല്ലെങ്കിൽ ദൈവദാസനെയും ദൈവമക്കളെയും വിളിച്ചൊരു യോഗം വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുക. അതൊരു അനുഗ്രഹമാണ്. അല്ലാതെ ബലൂണും വീർപ്പിച്ച് കേക്ക് മുറിച്ച് കേക്ക് അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് മെഴുകുതിരിയും കത്തിച്ച് ഹാപ്പി ബർത്ത്ഡേ ഇംഗ്ലീഷ് അറിയാമല്ലോ അങ്ങനെ സ്തോത്രം. നീ ദൈവത്തെ ഭയപ്പെടും. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നത് അത് തെറ്റാണ്. വന്നിപ്പം വെഡിങ് ആനിവേഴ്സറി വെഡിങ്
നിങ്ങളെന്നാ ഈ ശൂന്യങ്കാരിയെ നോക്കിയതുപോലെ എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ തുറിച്ചു നോക്കുന്നത്, അങ്ങനെ എഴുതിയേക്കുന്നത്. എന്നോടൊരിക്കലും ഒരാൾ ചോദിച്ചു, അമേരിക്ക പോകുമ്പോൾ ഇതൊക്കെ പറഞ്ഞു, പിന്നെ ആളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. രാജ്യത്തിന് വ്യത്യാസമുണ്ട്, ക്ലൈമറ്റ് മാറിയിട്ടുണ്ട്, ഭക്ഷണത്തിന് വ്യത്യാസമുണ്ട്, ജീവിത ശൈലികൾക്ക് വ്യത്യാസമുണ്ട്. ഇതിനൊരു വ്യത്യാസമില്ല. ഇപ്പൊ ഇവിടെ സന്ധ്യയാകുന്നു, നാട്ടിലെ രാവിലെയാകുന്നു, അത് വ്യത്യാസമുണ്ട്. ഉണ്ട്, ഉണ്ട്, ഇതിന് വ്യത്യാസമുണ്ട്. അല്ല, ഒരു സൂര്യനല്ലേ ഉള്ളൂ. അതോ ഇന്ത്യയിൽ ഒരു സൂര്യൻ, അമേരിക്ക വേറൊരു സൂര്യൻ, രണ്ട് സൂര്യനുണ്ടോ? രണ്ട് ചന്ദ്രനുണ്ടോ? രണ്ട് ചന്ദ്രൻ എന്നോ താടിക്ക് സങ്കടപ്പെട്ടിരിക്കുന്നത്. ഞാനിങ്ങനെയൊക്കെയാ പറയുന്നത്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓരോരുത്തർ വരികയും ചെയ്ത് പുള്ളി ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, അങ്ങനെ വേണം ദൈവത്തിന് മാത്രം. കുഴപ്പമില്ലല്ലോ. അല്ല, ഇത് പറയാനൊരുത്തം വേണ്ടേ? വേണ്ടേ? വരുന്നവരെല്ലാം വന്ന് സൂചിപ്പിച്ചേച്ച് നിങ്ങളെല്ലാം കൂടെ തുള്ളിച്ച് ചാടിച്ചേച്ച് സാന്നിധ്യവാദം പറഞ്ഞ് ചുണ്ടയിട്ടാലോ. എടാ, ഇവിടുത്തെ നല്ല ജീവിതം നിത്യതയിലെത്തുന്നതാണ് വിഷയം. ഇവിടുത്തെ കുറച്ച് കാലത്ത് മനുഷ്യജീവിതം രണ്ട് വിഷയത്തിൽ അധിഷ്ഠിതം. ഒന്ന് ക്ഷണികത, രണ്ട് നിത്യത. ക്ഷണികത ഇവിടുത്തെ ജീവിതമാണ്. അത് 70 ഏറെയായ 80 എന്നൊരു പ്രയോഗം നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന നമ്മുടെ കാര്യമാണ്. നമ്മുടെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്. ആൾക്കാർ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കത്തില്ല. ചിലപ്പോഴെന്താ ദൈവം പറഞ്ഞ ടൈം കഴിഞ്ഞിരിക്കുക, അതിന് 85 അതിന് 80 ആണല്ലോ. നമ്മുടെ കാര്യമൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. അത് മരുഭൂമിയിൽ പ്രയാണം ചെയ്ത ഇസ്രായേലിന്റെ ചരിത്രമാണ് പറഞ്ഞേക്കുന്നത്. 70 ഏറെയായ, അല്ലാതെ പുതിയ നിയമ വിശ്വാസികളുടെയോ ദൈവങ്ങളുടെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്. മരുഭൂമിയിൽ പ്രയാണം ചെയ്തവരുടെ കണക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം 20 വയസ്സിന് മുകളിലോട്ട് എണ്ണം എടുത്ത ഒരെണ്ണം 80 കഴിഞ്ഞ തുറന്ന അവിടെ ചെന്നില്ല, 2 എണ്ണോ ചെന്നോളൂ. അവരുടെ കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നീ 70 ആകുന്നുണ്ട്, പക്ഷേ 70 ആകുന്നു ദൈവം പറഞ്ഞ ചുമ്മാ പൊട്ടത്തരം പറഞ്ഞിരിക്കാതെ നമ്മുടെ കാര്യമല്ല പറഞ്ഞിരുന്നത്. കാരണം തെളിയിക്കാം, ഇപ്പൊ തെളിയിക്കാം. ഒരു ഒറ്റ കാര്യം, ഇതാരാ പറഞ്ഞത്? ഈ 70 ഏറെയായ മോശ ഇത് പറയുമ്പോൾ മോശക്ക് എത്ര വയസ്സുണ്ട്? 120 ആകുന്നു. അപ്പൊ പിന്നെ അത് തന്നെ കുഴഞ്ഞില്ലേ? കാലേവിന് 85 ഉണ്ടായിരുന്നല്ലോ. 85 പറഞ്ഞു ഞാനിപ്പോഴും മെട്ടാന്ന് പറഞ്ഞു. ഇപ്പോഴും മെട്ടാണ്. അല്ല, ഈ വാക്യം വെച്ചാൽ പുള്ളി 5 പിന്നെ കുഴഞ്ഞല്ലോ. പുള്ളി പറഞ്ഞ എനിക്ക് തോന്നുന്ന വിഷയമല്ല. അല്ല, കണ്ണ എന്ന പ്രവാചകൻ ലൂക്കോസിലുണ്ടല്ലോ, 100 ചിലുവാനുണ്ട്. പുതിയ നിയമത്തിൽ പോയി. യോഹന്നാനൊക്കെ ഏറെ വർഷം ജീവിച്ചും മരിച്ചെന്ന യോഹന്നാൻ അപ്പോസ്തലനെ. പിന്നെ എന്തായാലും കൊള്ളാം. ദൈവത്തിന്റെ കണക്ക് പ്രകാരം നോക്കുമ്പം ഒരു ദിവസം ജീവിച്ചില്ല. ആര്? ആരും ജീവിച്ചില്ല. ദൈവത്തിന്റെ കടികാരവും ദൈവത്തിന്റെ കണക്ക് വെച്ചു. ഒത്തിരി നാൾ ഇവിടെ ജീവിക്കുന്നതല്ല വിഷയം, നീ ജീവിക്കുമ്പോ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഹാനോക്ക് എത്ര കൊല്ലം ജീവിച്ചു? ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഹാനോക്ക് എത്ര കൊല്ലം ജീവിച്ചെന്ന് ഉറക്കെ അങ്ങ് പറ. ഉറക്കെ പറ, കേൾക്കാൻ മേല. 365. അതിൽ 365 300 കൊല്ലം ദൈവത്തോട് കൂടെ വേണം. അതിലെ ഏറ്റവും വലിയ ഭാഗ്യം. 300 കൊല്ലം. പുള്ളിയുടെ അപ്പനും പുള്ളിയുടെ മോനും ഒത്തിരി കൊല്ലം ജീവിച്ചു. ഹാനോക്കിന്റെ അപ്പന് സ്തോത്രം തന്റെ മകൻ മെഥൂശലേഖ് ഏറ്റവും കൂടുതൽ വർഷം മെഥൂശലേഖ് 969. തന്റെ അപ്പൻ എനിക്ക് തോന്നുന്നു 962 തോന്നുന്നു. അങ്ങനെ ഒന്ന് വായിച്ചേ. യാരത് 962 അപ്പൻ.
മകൻ 969. ഇതിനിടയ്ക്കായി ചെറുക്കൻ 365. ഞാനും നിങ്ങളുമായിരുന്നു പറയാൻ ദൈവമേ, തന്തയ്ക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നു കേട്ടോ, ആ ചെറുക്കൻ തന്നെയാണോ, എന്തെങ്കിലും കുഴപ്പം കാണും. കഷ്ടം. ഒരു ദീർഘശ്വാസവും അല്ല, നമ്മളുണ്ടായിരുന്നില്ലേ അഭിപ്രായമൊക്കെ നമ്മൾ തന്നവിടെ. അപ്പൻ ഒത്തിരി വർഷം അയ്യോ അപ്പൻ എനിക്ക് ചെയ്ത ആ ചെറുക്കൻ 962 വർഷം ദീർഘായുസായിരുന്നു കേട്ടോ. പുള്ളിയുടെ മോന് നല്ല ദീർഘായുസായിരുന്നു 969. എന്നാ നമ്മൾ പറയാം പുള്ളിക്ക് എന്നെ അങ്ങനെ സംഭവിച്ചേ, എന്നാ നമ്മൾ പറയാം എന്തെങ്കിലും കുഴപ്പം കാണും. 365 കൊല്ലമേ ജീവിച്ചോളെങ്കിലും 300 കൊല്ലം ദൈവത്തോട് കൂടാ. അതല്ലേ ഏറ്റവും ശ്രേഷ്ഠം. നീ ഇവിടെ എത്ര കൊല്ലം ജീവിക്കുന്നു എന്നുള്ളതല്ല വിഷയം, ജീവിക്കുന്ന വർഷങ്ങളിൽ കൂടുതലും ദൈവത്തോടടുത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന് ഏറെ ഇഷ്ടം. അവിടുത്തെ സന്നിധിക്ക് സന്തോഷ പരിപൂർണതയും അവിടുത്തെ വലതുഭാഗത്ത് നിന്ന് പ്രമോദമുണ്ടെന്ന്. മനുഷ്യജീവന ഹ്രസ്വമാണ്. 4 വിരൽ നീളം, ചാഞ്ഞു പോകുന്ന നെല്ല് പോലെ, പുരപ്പുറത്ത് പുല്ല് പോലെ, നിലത്തൊഴിക്കുന്ന വെള്ളം പോലെ, ആവി പോലെ. ഞാൻ എത്ര ക്ഷണികനെന്ന് അതൊക്കെ ഒന്ന് അറിയണ്ടേ. ഡമ്പോടുവാണീടും ധനാഢ്യ സാധുക്കളായോരും എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം, എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീ അതു മറക്കാതെ. നമ്മുടെ ജീവിതത്തെ പറ്റി പഠിക്കണം. ക്ഷണിക്കവാൻ ജീവിതമാണ്. അത് കൂടുതൽ ദൈവത്തോടു കൂടായിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ട് നിൽക്കണം, ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഓടിച്ചങ്ങ ഭാഗമൊന്നും വിടുക, ഇടയ്ക്കത്തെ ഭാഗമെല്ലാം വിടുക, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. എന്തിനാണ് നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തത്? ഫലം കായ്ക്കണം. നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ ഇങ്ങനെയുള്ള ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അധിഷ്ഠിതരായി ജീവിച്ചവരാ. ദിവസങ്ങളെ, മാസങ്ങളെ, കാലങ്ങളെ, ആണ്ടുകളെ ഇതെല്ലാം പ്രമാണിക്കുക. ഇപ്പോഴുണ്ടല്ലോ പെന്തിക്കോസുകാരും ഉണ്ട്. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി. അപ്പച്ചന് 70 അമ്മച്ചിക്ക് 60. 2 പേര് 2 കസേരയിലിരുത്തി, പിള്ളേര് മക്കള്. ഇപ്പൊ കാശുമൊക്കെ ആയി, പഴയ ഗതികേടല്ല മാറി, പരുവക്കേടെല്ലാം പോയി. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ പറയുന്ന ഭാഷയാ കാക്കപ്പുള്ളല്ല കാക്കക്കേട് മാറി. ഇപ്പൊ 10 പുത്തനായി, ചുറ്റുപാടായി. ഇപ്പൊ ഒരു കേക്കുമൊക്കെ മേടിക്കാൻ കാശുമൊക്കെ. പണ്ട് കേക്ക് കഴിക്കണമെങ്കിൽ വലിയ പീസൊന്നും കിട്ടുകയല്ല. ഇപ്പൊ കാശുമൊക്കെ ആയി, ഏത് ടൈപ്പ് കേക്ക് വേണേലും. പിന്നെ അല്ല, പെന്തിക്കോസുകാരും ഇപ്പൊ അങ്ങനായി. പണ്ടത്തെ പെന്തിക്കോസുകാരുടെ കല്യാണത്തിന് കേക്ക് മുറിയൊന്നും ഇല്ലായിരുന്നു. എവിടുന്ന കേക്ക്? ഒന്നും കേൾക്കുന്നില്ലല്ലോ, പിന്നല്ലേ കേക്ക് മുറി. ഇപ്പൊ കേക്ക് 8 നില കേക്ക്, 10 നില കേക്ക് വെച്ച് മാസ്റ്റർമാർ ഇപ്പൊ ഓളം വിട്ട് കൊടുക്കുക. ഇപ്പോൾ വധുവരന്മാർ കേക്ക് കൊടുക്കുക. കാരണം പുള്ളിക്ക് പണ്ട് കട്ട് ചെയ്യാൻ ഒത്തില്ല, അതിന്റെ ഭേദമുണ്ട്. പുള്ളി വെള്ളം ഒതുക്കുക. മനസ്സിലാക്കിയാണോ അതോ നാളെ യോഗത്തിന് വരുമോ? അല്ല, പഴയ ഗതികേടെല്ലാം പോയത്. ഒത്തിരി ആഘോഷങ്ങളായില്ലേ ഇപ്പൊ. അടയാള ഭാഗം അധികം വിവരിക്കുന്നില്ല. വേർപാട് പാലിക്കണം, വേർപാട് പാലിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ, ഇത് നേരത്തെ ജീവിതമാണ്. അത് പാടില്ല.
ഇനി വായിച്ചിട്ട് വ്യാഖ്യാനിക്കുന്നില്ല, വായിച്ചോ. എഫേസ്യർ 5:8 വായിച്ചു. 5:8. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അതേതായിരുന്നു? അപ്പൊ ഇതോ? നമ്മൾ മുമ്പിലത്തെ കാര്യമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നെന്ന് ഞാൻ നിങ്ങൾ ഈ കൃപയിൽ ഇരുട്ടായിരുന്നല്ല, ജീവിതം മുഴുവൻ അന്ധകാരമല്ല. ഇനി തീത്തോസ് 3:3 വായിച്ച. തീത്തോസ് 3:3. അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടന്നവരും നാനാമോഹങ്ങൾക്കും ബോധങ്ങൾക്കും അസൂയയിലും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും ഇതൊക്കെയായിരുന്നു നേരത്തെ. വ്യാഖ്യാനിക്കുന്നില്ല. പത്രോസിന്റെ 1-ാം ലേഖനം 4:2 വായിക്കും. ജനത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജനത്തിൽ ചേർത്തിരിക്കുന്ന മനുഷ്യന്റെ ബോധങ്ങളൊക്കെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ടൊടിഞ്ഞിരിക്കുന്നു. അടുത്തത് കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുകൂത്തുകളിലും വായിച്ചതും മതി, സമയമാകുന്നു. ഇതായിരുന്നു നേരത്തെ ജീവിതം. യാതൊരു ഗുണഗണങ്ങളും ഇല്ലായിരുന്നു. ഇനി എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് വായിച്ചോ. ഏതായാലും വായിക്കുകയല്ലയോ. നിങ്ങൾ എല്ലാവർക്കും ഞാൻ വാക്യം തരാം, വെപ്രാളപ്പെടാം. നീ അത് പറഞ്ഞൊരു ആലോചന വേണ്ട. ഇനി സഹോദരി വായിച്ചാട്ടെ. ചെങ്ങന്നൂര് വായിക്കും. പ്രകൃതി ആ ജാതികളായിരുന്നു. അടുത്തത് അഗ്രചർമ്മക്കാരൊക്കെ ആയിരുന്നത്. പിന്നെ അടുത്ത വാക്യം വായിച്ചോ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരരോട് സംബന്ധമില്ലാത്തവരും ഒരു പ്രത്യാശയില്ല. എന്തായാലും നേരത്തെ ജീവിതം. ആ ജീവിതത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തത്. ക്വാളിറ്റി നോക്കി തെരഞ്ഞെടുത്തതല്ല, ഗുണഗണം നോക്കി തെരഞ്ഞെടുത്തതല്ല. ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും അവൻ സ്വന്തം ആയിരുന്ന എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു. നേരത്തെ ജീവിതമായി വായിച്ചതല്ല. എന്തിനാ തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി അങ്ങ് നിർത്തിയേക്കാം. പിന്നെ ദൈവമാണെന്ന് വെച്ചാൽ ബാക്കി നാളെ പകലും തിങ്കളാഴ്ച വൈകിട്ടും. എന്നാലും തീരുകയല്ല, തീരത്തില്ല. ശാന്തമായിട്ട് അടുക്കടുക്കായിട്ട് പറയുന്നതല്ല. നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ? പ്രസംഗിക്കുന്നത് മനസ്സിലാകാൻ ചില കേൾപ്പിക്കുകയില്ല, മനസ്സിലാക്കത്തുമില്ല. മനസ്സിലാകും. നമ്മൾ എങ്ങനെയുണ്ട് പുള്ളി എന്തുവാ പറഞ്ഞു, എല്ലാം പറഞ്ഞു. അത് വലിയ അർത്ഥം. ഒരു വാക്യം അത് മനസ്സിലാകണം. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് എന്തിനാ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16 പറഞ്ഞ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. വായിച്ചേ 15-16. പെട്ടെന്ന് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഞാനാ നിങ്ങളെ തെരഞ്ഞെടുത്തത്. അത് മനസ്സിലായിക്കോണം. പിന്നെ നിങ്ങൾ ഫലം കായ്ക്കണം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ. പെന്തിക്കോസുകാരോടൊരു കാര്യം പറയാം. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്തിനാ? വരങ്ങൾ പ്രദർശിപ്പിക്കാനല്ല, ഫലം കായ്ക്കാനാണ്. ഇന്ന് പെന്തിക്കോസിലെ ഞാൻ എന്നെ ഇവിടെ പ്രതിയാക്കാം, ഫലമില്ല, വരം നല്ലതുപോലുണ്ട്. പ്രവചനം, അന്യഭാഷ, വീര്യപ്രവൃത്തി, രോഗശാന്തി, തൊട്ട സൗഖ്യം, തെള്ളിത്താഴെ ഇടുന്നു, ഉരുട്ടിക്കൊണ്ട് നടക്കുന്നു, ഛർദ്ദിപ്പിക്കുന്നു, ഇപ്പൊ ചിരിക്കുന്നു. കൊച്ചുങ്ങളെല്ലാം നിന്ന് അങ്ങ് ചിരിക്കുകയെന്ന് എനിക്കറിയാം. ഈയിടെ ഒരാളെന്നെ കാണിച്ച് എനിക്കിതൊന്നും അറിയത്തില്ല. കസേരയിലിരിക്കുമ്പോൾ ഒരു ആത്മാവ് എന്തുവാണോ ഒരു കസേര ഇട്ടിരിക്കുക. ഓരോരോ ടൈപ്പാന്നേ. രോഗശാന്തി, വരപ്രാപ്തന്മാര്, വരങ്ങളുണ്ട്. പ്രവചനമുണ്ട്. അച്ചായന് ജംബോ ജത്തെ കയറുന്നതായിട്ട് കാണുന്നത്. കൊച്ചോളത്തെ പോലും കയറിയിട്ടില്ല. ഇത് കേട്ടാ പുള്ളി തറയെ നിൽക്കുവോ? പിന്നെ
അമ്മാമ ഇമ്പാല കാറെ പായുന്നതായിട്ട് ആത്മാവ് ഓൾറെഡി കയറരുത്. അല്ല, വരങ്ങളുണ്ടെന്ന്, വരങ്ങളുണ്ട് നമ്മുടെ നോട്ടീസുകളല്ലേ, കൃപാവര അങ്ങനെ അങ്ങനെ നോട്ടീസിൽ അങ്ങനെ വെക്കുന്നത് അല്ലേ. യോഗം കൺവെൻഷൻ ലോകശാന്തി വരപ്രാപ്തന്മാര് കൃപാവര. ഞാന് ഇന്ന് വരെ ഒരു നോട്ടീസ് കണ്ടിട്ടില്ല ആത്മബലമുള്ള ആൾക്കാർ ശുശ്രൂഷിക്കുന്നെന്ന്. എന്നേക്കാൾ പ്രായവും പക്വതയും പരിജ്ഞാനവും ജോലിച്ചാലുണ്ട്. അങ്ങനെ ഒരു നോട്ടീസ് കണ്ടിട്ടുണ്ടോ? ഇനി കാണുമെന്ന് പ്രതീക്ഷ വല്ലതും ഉണ്ടോ? ചെറിയ പ്രതീക്ഷയുണ്ട്. ഒരു കാര്യം പറയാം പെന്തിക്കോസുകാരോടെ, വരമല്ല ഫലമാ കായ്ക്കേണ്ടത്. എല്ലായിടത്തും വരമുണ്ട്. കൃപാവരം ഉടനെ പെണ്ണുങ്ങളല്ല വരക്കാരനെടുക്കും. പുള്ളി കൈ വെക്കുന്നതിന് മുന്നേ പുറകോട്ട് വീണു. അവൻ വെച്ചില്ല, വെക്കാൻ വരുന്നതേ ഉള്ളൂ. വരമല്ല വിഷയം, ഫലമാ വിഷയം. ഞാൻ പറഞ്ഞതല്ല, യേശു ഡയറക്റ്റ് പറഞ്ഞതാ. നിങ്ങൾ ഫലം കായ്ക്കാനാ. എന്തുവാ ഫലം? വായിച്ചങ്ങ് നിർത്ത്, അല്ലാതെ ഇപ്പൊ രക്ഷയില്ലല്ലോ. ഗലാത്യലേഖനം 5:22 അറിയാമല്ലോ എന്തിനാ ഇന്നിപ്പോ പറയാം. എന്നാലും വായിച്ചോ. ആ കാണാതെ പറഞ്ഞ പോത്തില്ലെന്ന് തോന്നുന്നു. ആ ആ ആ ആ മതി ഒന്നുകൂടെ വായിച്ചു. മൈക്ക് ഇരുന്നിട്ടാണ്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയങ്ങൾ. ഈ ഫലം കായ്ക്കാനാണ് ഇവനെ തെരഞ്ഞെടുത്തത്. അല്ല, എല്ലാവർക്കും വരമുണ്ട് കേട്ടോ, ഫലമില്ല. നമ്മൾ പറയില്ലേ പുള്ളി ഫലമുള്ളയാണ്. എന്തോ വരം? പ്രവചനം. അയ്യോ, പച്ചലയും കത്രയും പോലെ. പച്ചലേ എന്റെ പുള്ളിയുടെ അനിയനുമായിട്ട് പുള്ളി മിണ്ടുന്നില്ലല്ലോ. പച്ചലയും കത്രയും മനസ്സിലാക്കാതെയാണോ? വരമല്ല വിഷയം, ഫലമാ വിഷയം. ആത്മാവിന്റെ ഫലം സ്നേഹം. 9 കൂട്ടം കാര്യമാണ്. ഒന്നേ തുടങ്ങുന്നതേ ഉള്ളൂ, ബാക്കി നാളെ മതി. കാരണം നാളെ ആള് വരുമെന്ന് തോന്നുന്നില്ല. പലരും ഉദ്ദേശിച്ചത് ഈ നയവാൻ ചെന്നതുപോലെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രമാണം എന്നെ കണ്ണുപുള്ളി എഴുന്നേറ്റ് വരും, രോഗമുള്ള ഭാഗത്ത് ആട്ടി നീട്ടി ആട്ടോ എന്ന് പറഞ്ഞ് അടിച്ച് ഞാൻ താഴെ വീണും. അങ്ങനെ പലരും ചിന്തിക്കുന്നതേ. വരമല്ല വിഷയം, ഫലമാ വിഷയം. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഫലം കാണണം. ഫലമില്ലാത്ത വരം ശരിയായ വരമല്ല കേട്ടോ. ഫലമില്ലാത്ത വരം നല്ല വരമല്ല. ഫലമുള്ള വരമാ. വരം കുറവാണെങ്കിലും ഫലമുണ്ടെങ്കിൽ അതാ നല്ലത്. അതെ, ഫലമില്ല മരത്തിനെ വെട്ടുവാനോങ്ങിയ ക്രോധമാങ്കോടാലി തഞ്ചിരതിൽ. ഫലമില്ല മരത്തിനെ വെട്ടുവാനോങ്ങിയ ക്രോധമാങ്കോടാലി തഞ്ചിരതിൽ. അപ്പോൾ എന്നെ കേൾക്കുന്ന പാടാൻ നേരമില്ല, ഫലമായിരിക്കണം. ബഹുമാന്യരായ നിങ്ങളോട് പറയട്ടെ, വരം അധികമില്ലെങ്കിലും അന്യഭാഷയും ഭാഷകളുടെ വ്യാഖ്യാനവും പ്രവചനവും രോഗശാന്തി വീര്യപ്രവൃത്തിയും ഉണ്ടല്ലോ. ഒത്തിരി വരം ഒന്നുമില്ലെങ്കിലും ഫലമുണ്ടായി. ഈ യോഗങ്ങൾ അത് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ വിധം ഫലം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയങ്ങൾ. ദൈവം അതിന് കൃപ നൽകട്ടെ. ഇന്ന് ഒരു 2 മിനിറ്റ് മുമ്പോട്ട് എടുത്തു ക്ഷമിക്കുക. ദൈവം എന്ന് വെച്ചാൽ നാളെയും തിങ്കളാഴ്ച വൈകിട്ട് നമുക്ക് ശേഷമുള്ള ഭാഗം നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം.
വന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ഇങ്ങനെ അവസരം നമുക്ക് ലഭിക്കുന്നില്ല. ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ച് നമുക്ക് കർത്താവിനെ സേവിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആത്മവിശക്തിയോടെ ജീവിപ്പാൻ ആത്മനൽവരങ്ങൾ നിത്യവും ആത്മദായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ ഓ ആത്മദായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ ഓ എല്ലാം ഓ എല്ലാം രക്ഷയ്ക്കുമായി തീർന്നു. നാളെ ഒട്ടുമിക്ക ആൾക്കാർക്കും അവധിയും കൂടെ ആണല്ലോ. അതുകൊണ്ട് അവർ 5 മിനിറ്റ് മുമ്പോട്ട് പോയത് നിങ്ങൾ സഹകരിച്ചതിന് നന്ദി. ചില പ്രിയപ്പെട്ടവരെ ഞാനാണെന്ന് അറിഞ്ഞ് കാണാനും കൂടെ വന്നത് പരിചയപ്പെട്ടു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വന്നതിന് സന്തോഷം. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ പകലും തിങ്കളാഴ്ച വൈകിട്ടും നിങ്ങളുടെ സാഹചര്യം അറിഞ്ഞിട്ടില്ല പോക്കുന്നെങ്കിൽ വാ, നമുക്ക് ഒന്നിച്ച് കൂട്ടായ്മ കൂടാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.